ഇന്ന് നമ്മുടെ ഫ്രണ്ട് അരുണിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അവർ പാർട്ണറുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്പേം പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ പ്രോബ്ലം. ഒരുവിധം മെൻസിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ് അരുണും നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർട്ണറോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർ ഈ ടൈമിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് കൂടുതൽ ടെൻഷൻ ആവേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. എന്നാൽ പോലും നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുകയും വേണ്ട. നമ്മുടെ ഡേ ലൈഫിലുള്ള റൊട്ടീൻസുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഒരുവിധം ഈ തരത്തിലുള്ള പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജോലിപരമായിട്ടുള്ള സ്ട്രെസ് കൂടുതലാണെങ്കിൽ അത് നമ്മളെ ഫിസിക്കലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സെക്സ് ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇതൊന്നും നമുക്ക് അരുൺ മെൻഷൻ ചെയ്തിട്ടില്ല. അരുണിൻ്റെ ഏജ്, ജോലി, ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും തന്നെ നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ സെക്സ് ലൈഫിൽ ഉള്ള കോൺഫിഡൻസിനെ കുറക്കാൻ ഉള്ളൊരു കാരണമാണ്. എക്സസൈസ്, നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റൊട്ടീൻ ഉണ്ടായിരിക്കണം. എക്സസൈസ് മസ്റ്റാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ ഒരു കോഴ്സായിട്ട് തന്നെ എക്സസൈസ് ചെയ്യാം. വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാരും. കൂടാതെ നമ്മുടെ ഫുഡ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. കൂടുതൽ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഡേറ്റ്സ്, ആൽമണ്ട് ഒക്കെ യൂസ് ചെയ്യാം. ഡെയിലി ഒരു 7 ഡേറ്റ്സും 7 ആൽമണ്ടൊക്കെ ഒരു ജ്യൂസായിട്ട് കുടിക്കാൻ, ഷെയ്ക്കായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കാം. ഹെൽത്തി ഫാറ്റ് കൂട്ടുകയും അൺഹെൽത്തി ഫാറ്റ് നമ്മൾ റിലീസ് ചെയ്യാനുള്ളത് എക്സസൈസിലൂടെ നമ്മൾ നേടിയെടുക്കുക. അതുകൂടെ നമ്മൾ ഹെൽത്തി ഫുഡ്സ് കഴിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവലിനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. ബട്ടർ ഫ്രൂട്ട് സെക്സ് ലൈഫിന് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് നൽകുന്ന ഫ്രൂട്ടാണ് ബട്ടർ. നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. രാത്രി ഫുഡ്സ് നമ്മൾ കഴിക്കാത്തവരാണെങ്കിൽ നൈറ്റിൽ സലാഡ്, ഡേറ്റ്സ്, നട്ട്സ്, ബട്ടർ ഫ്രൂട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് ഷെയ്ക്ക് ആക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നൈറ്റിൽ റൈസ് മിനിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ഓട്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം അത് മസ്റ്റാണ്. നമുക്കൊരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന ആളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുക. അത് ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ്, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതിൽ നമ്മൾ മിനിമം നമ്മുടെ ബോഡിയുടെ ഹീറ്റ്നെസ്സിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുക. കൂടാതെ ഒരു ഫിസിക്കൽ ചെക്കപ്പ് കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് കൂടി നന്നായിരിക്കും. ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള കൊളസ്ട്രോള് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്
നന്നായിരിക്കും. കൂടുതലായിട്ട് പാർട്ണർക്ക് നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് അത് ഇതിൽ തീർച്ചയായിട്ടും വലിയൊരു ഘടകം തന്നെയാണ്. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ പ്രോബ്ലം അവരെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കുക. അവർ സപ്പോർട്ടീവായിട്ടുള്ളൊരു പാർട്ണറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അരുൺ സ്റ്റാർട്ട് ചെയ്യുന്ന വേണം. കൂടാതെ സെക്സ് ലൈഫിൽ മൈൻഡ് മാറ്റി ചെയ്യുന്ന സെക്സ് അതിന് കൂടുതൽ ടൈം ലാസ്റ്റിങ് ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പൊസിഷൻ ചേഞ്ചിങ് അതിന് നല്ലൊരു മെത്തേഡാണ്. സെക്സിന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്പെർം ഇജാക്കുലേഷൻ നടക്കും എന്നുള്ള സ്റ്റേജ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയും പൊസിഷൻ മാറ്റി വീണ്ടും കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ലാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. അതും അരുണ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.